സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. 2019 വ്യാജ പാളിയുണ്ടാക്കി, ചെമ്പുപാളിയുണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർക്ക് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് 2019 നടന്നത് എന്ന് അറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി. എന്നിട്ടും അവർ വീണ്ടും 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാണുണ്ടായത്. ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 30 തിരുവാഭരണം കമ്മീഷണർ പറയുന്നു, ഇത് പുറത്തു കൊണ്ടുപോകരുത്, മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. ഓഗസ്റ്റ് 8 നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടണമെന്ന് പറയുന്നു. 21 ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷനുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ദേവസ്വം പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷനുടെ നടപടിക്കെതിരായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയത് വിറ്റു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ 2025 കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു. 6 കൊല്ലത്തിനുള്ളിൽ 40 വർഷത്തെ വാറന്റിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവലി ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയി. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവല് ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയെ പരാമർശിച്ചു. ദേവസ്വം അത് എന്താ പറയുക, ഹൈക്കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവസ്വം മാനുവലിലെ വകുപ്പെടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം കമ്മീഷണറുടെ കത്തുണ്ട്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഞാനല്ല, ഉദ്യോഗസ്ഥരാണ് ഇതിൽ കാരണം. പിന്നെ എന്തിനാണ് പ്രസിഡന്റ്? പിന്നെ എന്തിനാ പ്രസിഡന്റ്? ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയാളെന്താ നോക്കൂത്തിയാളാണ് അവിടെ പോയിരിക്കുന്നത്? അയാളാണ് ഇടപെട്ടത്. ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ വയ്ക്കണമെന്ന്. ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി, ഞാനല്ല പറഞ്ഞത്, കോടതി പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 8 അഭിപ്രായം മാറ്റി. ജൂലൈ 30 പറഞ്ഞ അഭിപ്രായം 7 ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റിയതിന്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ്. അതാണ് കാര്യം. അപ്പൊ വളരെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ. ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസിൽ. ഇനിയിപ്പോ ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ദിവസം. പുതിയ ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്നുള്ള സർക്കാരിന്റെ വാദം ഹൈക്കോടതി പൂർണ്ണമായി തള്ളി. കാരണം ഹൈക്കോടതി പറഞ്ഞ് ഇവർക്ക് അറിയാമായിരുന്നു, അറിഞ്ഞിട്ടും ഇവർ വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത്. കാരണം ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നതാണ്. ദേവസ്വം പ്രസിഡന്റിന്റെ അത് 21 ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയത്. ആ കത്ത് ഔദ്യോഗിക കത്താണ്.
അതൊന്നും കണ്ടില്ല എന്ന് ഇപ്പോഴത്തെ ദേവസ്വം നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു മാനദണ്ഡം പാലിക്കലില്ല. ഹൈക്കോടതി പറഞ്ഞ അതിന്റെ പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ പ്രതിയാണ്ട ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളൻ, കട്ട കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയോ? കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മോഷ്ടിച്ച ആളോട് താൻ കട്ടാടോ എന്ന് ചോദിച്ചാ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയോ? പറയില്ല. അത്രയേ ഉള്ളൂ. നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള തീരുമാനം രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയത്. ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കും. പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാ. ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അടിവരയിട്ടുകൊണ്ട് കോടതി ഇത് ആവർത്തിച്ചു. ഈ പറഞ്ഞ കാര്യം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അപ്പൊ ഇയാൾ എന്ത് തെളിവ് ഹാജരാക്കായിരുന്നു? എവിടെ പോയി ഇയാൾ? ഈ പ്രസിഡന്റ് എവിടെ പോയി? ഇവരൊന്നും അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വന്നത്. കാരണം കതക് കൊണ്ടുപോയി, കട്ട്ള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയത് കോടതിയിലായിരുന്നു. നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം എതിർക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരാദ്യം എന്താ പറയുന്നത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ 2 കൊല്ലത്തെ കാശ് പോയി. അതാണ് നഷ്ടമുണ്ടായത്. ഇപ്പോ ആദ്യം എന്താ പറഞ്ഞത്? PM ശ്രീ നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഹാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പൊ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവാ. ആദ്യം CPM CPI തമ്മിൽ സെറ്റ് ചെയ്യട്ടെ. CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ല. അതിനു മുൻപ് കർണാടകത്തിൽ BJP ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചു. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഗവൺമെന്റിന് ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത്. പക്ഷേ LDFിലെ പ്രശ്നം തീർന്നില്ലല്ലോ. ആ തർക്കത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിലെ നിലവിൽ ഈ ബോർഡ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ്. ഏത് CPI എന്നാണ് ME എന്നും ചോദിച്ചത്? ഏത് CPI? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണം. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷിയാണ് UDF. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPIക്കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണം സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്കൊന്ന് സങ്കടം. അല്ല, അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ? അവർക്ക് അതിന്റേതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നു. അത് വരുമ്പോ ആലോചിക്കാം. ഞാനൊന്നും പറയില്ല. ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ച ചെയ്യില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDFിലെ ഒരു കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ അറിയില്ല ചെയ്യണ സമയത്ത്. ഇപ്പൊ ഇല്ല, ഒന്നും പറയില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. ഞങ്ങൾ അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. NDAയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDFിലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDFിൽ ചേരാൻ നിൽക്കുക. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സംഘടനാപരമായ കാര്യം. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു
സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹം പറയും. പദ്ധതിയിൽ അംഗമാകുന്നതിൽ അല്ലെങ്കിൽ അത് ചേരുന്നതിൽ തെറ്റില്ല. ആ നിബന്ധന പാലിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ, കളയണ്ട. പക്ഷേ BJPയുടെ വർഗീയ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല. കാശ് നമ്മുടെയും കൂടി പൈസ അല്ലേ, നമ്മളും കൂടി കൊടുത്തല്ലേ.